Hello students, welcome to this channel. Today we are going on to start a new topic, rules of inference. റൂൾസ് ഓഫ് ഇൻഫറൻസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിലാദ്യം നമ്മൾ അതിൻ്റേതായ റൂൾസ് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണം. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ ആദ്യം ഒരു ആർഗ്യുമെൻറ്റ്, അതായത് പ്രൊമൈസസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ കൺക്ലൂഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തിനാണ് നമ്മൾ റൂൾസ് ഓഫ് ഇൻഫറൻസ് അപ്ലൈ ചെയ്യുന്നത്? സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ നോക്കും. സപ്പോസ് ഇഫ് അത് എല്ലാ സമയത്തും അത് ശരിയാവണം എന്നില്ല. സപ്പോസ് ഒരു ആർഗ്യുമെൻറ്റിൽ തന്നെ ഇപ്പോൾ 10 ഡിഫറെൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ, 10 ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് truth table to show this argument form is valid, which requires 210 equal to 1024 different rows എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഇഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഗിവൺ ഫോർ യു, നമ്മുടെ കയ്യിലിപ്പോൾ 10 വേരിയബിൾസ് അവർ തരുന്നുണ്ട്, 10 propositional variables. If suppose we have 10 propositional variables, നമുക്ക് ആ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളെങ്ങനെ എടുക്കാം? 2 raised to 10 equal to, that is 1024 different rows എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ, ഇപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഡിഫറെൻറ്റ് റോസ് എടുത്തിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പാടായിരിക്കും. അതായത് നമ്മൾ സാധാരണ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ് ഫോം വാലിഡ് ആയിരിക്കണം. അതുകൂടാതെ വി ഷോ ദാറ്റ് വെൻ എവർ ദ പ്രൊമൈസസ് ആർ ട്രൂ, ദ കൺക്ലൂഷൻ മസ്റ്റ് ഓൾസോ ബി ട്രൂ. So we have to take that the conclusion also should be true എന്നാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ആർഗ്യുമെൻറ്റിൽ 10 ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രൂത്ത് ടേബിൾ ചെയ്യണമെങ്കിൽ 1024 റോസ് ചെയ്താലേ നമുക്ക് ആ ട്രൂത്ത് ടേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് വി ഹാവ് ടു റിസോർട്ട് ദ ട്രൂത്ത് ടേബിൾസ്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? തിരിച്ച് വേറെ കാൽക്കുലേഷൻസ്, അതായത് ഏതെങ്കിലും ഷോർട്ട് മെത്തേഡ് കൊടുത്ത് നമ്മൾ അത്രയും വലിയ കാൽക്കുലേഷൻസിനെ നമ്മൾ ചെറുതാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വരുന്നതാണ് ഈ റൂൾസ് ഓഫ് ഇൻഫറൻസ്. സോ ഇത് ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെയാണ്. ഇറ്റ് ഇസ് യൂസ്ഡ് ടു കൺസ്ട്രക്ട് മോർ കോംപ്ലിക്കേറ്റഡ് വാലിഡ് ആർഗ്യുമെൻറ്റ് ഫോംസ്. ഈ കോംപ്ലിക്കേറ്റഡ് ആർഗ്യുമെൻറ്റ് ഫോംസ് എല്ലാം ഈ റൂൾസ് ഓഫ് ഇൻഫറൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ ഒരു 7-8 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഒരു ആർഗ്യുമെൻറ്റ് നമുക്കിവിടെ കൺസിഡർ ചെയ്യുവാണ്. കൺസിഡർ ആൻ ആർഗ്യുമെൻറ്റ്, സീ ഹിയർ, that is P1 conjunction P2 conjunction P3 conjunction etc. Pn conjunction implies Q എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഈ കൺജങ്ഷൻ എന്ന വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. when we use the word of conjunction, it is and notation. കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു and notation ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം: P1 P2 etc. Pn, that is therefore Q എന്ന് പറഞ്ഞാൽ P1 and P2 and etc. Pn, therefore Q is the conclusion. So here n is a ഇതിൽ n എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഇതിൽ P1 P2 etc. Pn എന്ന് പറയുന്നത് ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇറ്റ് ഇസ് കോൾഡ് as the premises of the argument or the hypothesis. and the statement, ഇതിൽ വരുന്ന Q എന്ന് പറയുന്നതാണ് ഫൈനൽ കൺക്ലൂഷൻ. ഫൈനൽ കൺക്ലൂഷനെ therefore Q എന്നാണ് പറയുന്നത്. The preceding argument is valid if whenever each of the premises. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് വാലിഡ് ആവുന്നതെന്ന് വെച്ചാൽ കൺജങ്ഷൻ ആയതുകൊണ്ട് P1 ട്രൂ ആയിരിക്കണം. അപ്പോൾ Q ട്രൂ ആവണമെങ്കിൽ ഈ P1 കൺജങ്ഷൻ, P2 കൺജങ്ഷൻ, P3 കൺജങ്ഷൻ എക്സെട്ര Pn കൺജങ്ഷൻ ഷുഡ് ബി ട്രൂ. അതെല്ലാം ട്രൂ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഓരോന്നും ട്രൂ ആയിരിക്കണം. P1 P2 P3 എക്സെട്ര Pn ഷുഡ് ബി ട്രൂ. എങ്കിലേ ആ കൺക്ലൂഷൻ എന്താവുള്ളൂ? ട്രൂ ആവുള്ളൂ. അപ്പോൾ സപ്പോസ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആയിപ്പോയാൽ, P1 P2 P3 എക്സെട്ര Pn ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയിപ്പോയാൽ ഈ കൺജങ്ഷൻ വാല്യൂസ് മൊത്തം ഫാൾസ് ആയിപ്പോവും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് അറിയാം പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ തന്നെ ടോട്ടോളജി കണ്ടീഷൻ എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, പി ഇംപ്ലൈസ് ക്യൂവിലെ കണ്ടീഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഇഫ് പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫോൾസ്, പി ഈസ് ട്രൂ ആൻഡ് ക്യൂ ഈസ് ഫോൾസ് ദെൻ പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫോൾസ് എന്നാണ്. അപ്പോൾ ബാക്കിയെല്ലാം ട്രൂ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതിൽ P1 കൺജങ്ഷൻ P2 കൺജങ്ഷൻ ഫോൾസ് ആണെങ്കിൽ ദെൻ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളത് എന്താവും, P1 കൺജങ്ഷൻ ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നമുക്ക് ട്രൂ ആയിരിക്കും. കാരണം ട്രൂ ആൻഡ് ഫോൾസ് ആണെങ്കിൽ മാത്രം, ബിക്കോസ് വി ആർ ടേക്കിംഗ് ദാറ്റ് ക്യൂ ഇസ് ട്രൂ. അപ്പോൾ P1 കൺജങ്ഷൻ ഇത് ഫോൾസ് ആണെങ്കിൽ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ, റിമെമ്പർ ദാറ്റ് ഐ വിൽ ഷോ യു എ ട്രൂത്ത് ടേബിൾ. വി നോ ദാറ്റ് P ഇംപ്ലൈസ് ക്യൂ, ഇതാണ് നമ്മുടെ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, T F T F ഇതാണ് നമ്മൾ എടുക്കുന്ന ട്രൂത്ത് ടേബിൾ. ഇതിൽ P ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ P ട്രൂ ക്യൂ ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, ബാക്കി എല്ലാ വാല്യൂസും ട്രൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Pക്ക് പകരം നമുക്ക് വരുന്നത് P1 കൺജങ്ഷൻ P2 കൺജങ്ഷൻ P3 എക്സെട്ര കൺജങ്ഷൻ Pn, ഇതെന്താണ്, ഫോൾസ് എന്നാണ് പറയുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ ഇഫ് ക്യൂ ഇസ് ട്രൂ, അപ്പോൾ ഇത് ഫോൾസ്, ക്യൂ ട്രൂ ആണെങ്കിൽ ദിസ് ഇസ് ഫോൾസ് ആൻഡ് ദിസ് ഇസ് ട്രൂ. അപ്പോൾ ഇത് ഫോൾസും ട്രൂവും ആണെങ്കിൽ ദ ആൻസർ ഇസ് ട്രൂ. അപ്പോൾ ഇതിൻ്റെ കൺജങ്ഷൻ വാല്യൂ, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ഇതിനൊരു എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടി പറയാം. അപ്പോൾ ഇതിലാദ്യം നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, 3 പ്രിമിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ലെറ്റ് us consider 3 primitive statements P, Q and R. So there is a condition given here, find P1, that is the condition. P1 implies P1 first statement is taken as P implies R. Take the second statement, negation Q implies negation Q implies P, I think. The value is negation Q implies P and negation R. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തരുവാണെങ്കിൽ എങ്ങനെ എഴുതും, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് P ഇംപ്ലൈസ് R എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നെഗേഷൻ എഴുതണം. നെഗേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ലെറ്റ് us take the statement to be P is Roger സ്റ്റഡീസ് എന്നാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് റോജർ പ്ലേസ് റാക്കറ്റ് ബോൾ. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോജർ പാസസ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. സോ നൗ ടെൽ മീ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദീസ് കണ്ടീഷൻസ്. നമുക്കിതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതണം. ഫസ്റ്റ് നമുക്കറിയാവുന്ന കണ്ടീഷൻസ് എല്ലാം ഫസ്റ്റ് എഴുതിയിട്ട് വേണം കാൽക്കുലേഷനിലോട്ട് പോകാൻ, എങ്കിലേ നമുക്ക് അത് ഈസി ആയിട്ട് വരത്തുള്ളൂ. So here let us take first the statement to be Q implies, there is a correction here, negation Q implies this is P value. So now what is a negation of the statement, Roger plays racquetball. What is the negation Q, Roger does not play അല്ലെങ്കിൽ does not play racket ball. ഇങ്ങനെ എടുക്കാമല്ലോ. So now next one, negation of R. What is negation of R? Negation of R എന്ന് പറയുന്നത് എന്താണ്? See, a negation of R can be written as Roger passes discrete mathematics. Pass എന്ന് പറയുമ്പോൾ അതിൻ്റെ negation എന്ന് പറയുന്നത് എന്താണ്? Failed. You can write like that also. Roger failed in discrete mathematics. You can write like this. So these are the statements. You can take like this also. So P implies R. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതും, ഇഫ് ഇറ്റ് ഇസ് എ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആകുമ്പോൾ യു ക്യാൻ അപ്ലൈ ഇഫ് ദെൻ എന്ന കണക്റ്റീവ് വേർഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഫ് റോജർ സ്റ്റഡീസ് ദെൻ റോജർ വിൽ പാസ് ദ ഡിസ്ക്രീറ്റ് മെത്തഡ്. അപ്പോൾ റോജർ എന്ന വേർഡ് ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ദെൻ ഹി വിൽ പാസ് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി. P2 എന്ന് പറയുന്നത് എന്താണ്, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് പി. ഇഫ് റോജർ ഡസൻറ്റ് പ്ലേ റാക്കറ്റ് ബോൾ then he will study. Negation Q implies P. അവിടെയും കണക്റ്റീവ് വേർഡ് എന്താണ്, if then third statement, Roger passes discrete mathematics. അപ്പോൾ P3 നമുക്ക് negation. So Roger failed in discrete mathematics. You can write like this. So
So now you have to say the question is whether P1 conjunction, P2 conjunction, P3 is valid or not. So that is the condition given here. So first of all, PQR, നമുക്കിവിടെ 3 statement ആണ് വരുന്നത്. So we have to take how many values? We have to take first P, Q, R and T. അപ്പോൾ നമ്മൾ truth table എടുക്കണം first. നമുക്ക് ഇതിൻ്റെ truth table എടുക്കാം. Let us take first a truth table. So P, Q, R. So T, 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 F, 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 F. Next is double T. 2 T വരണം. ആദ്യം 4 T എടുക്കുക, 4 F എടുക്കുക. അടുത്ത് 2 T, 2 F. Double T, double F എടുക്കുക. Double T, double F. So T, T, F, F, T, T, F, F. Now single. So T, F, T, F, T, F, T, F. So this is the condition. Now നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. വാട്ട് ഇസ് ദ ഫസ്റ്റ്? അതിന് മുന്നേ എന്താണ് negation Q? What is negation Q? First we can write negation Q of the statement. What is negation Q here? F, F, T, T, F, F, T, T. Negation of R is F, T, T, F, T, F, T, F. Now next one is P1. P1 is first statement, that is P implies R. P implies R is, what is the value here? What is P implies R? We can write it as T, F, this is false, T, F, കാരണം P true, Q false ആണെങ്കിൽ അവിടെ false ആയിരിക്കും. അപ്പോൾ ഇവിടെ true, ഇത് false. ബാക്കി എന്താ വരുന്നത്? ബാക്കി എല്ലായിടത്തും true ആയിരിക്കും. So we can write it as T, 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 T. This is the first statement. Now we shall write the second statement, P2. Negation Q implies P. അതായത് ഈ statement negation Q implies P can be written as negation Q implies P ആകുമ്പോൾ negation Qയിൽ true ആയിരിക്കണം, ഇത് false ആയിരിക്കണം. So this is true, this is false. ഈ രണ്ടിടത്ത് true, false, ഇത് രണ്ടും മാത്രം false ആയിരിക്കും. False, false. So ബാക്കി എന്തായിരിക്കും വരിക? All the values are true. So T, 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 T. Next one, P3. P3 is negation of R. അത് നമുക്കിവിടെ നേരത്തെ എഴുതി കഴിഞ്ഞു. P3 statement. Now we can write P1 conjunction P2 conjunction P3. So first of all, what is the value for this? It is F, 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 T, F, F. Now we shall find out P1 conjunction P2 conjunction P3 implies Q. So Q ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ R അല്ല, ഇത് Q ആണ്. So when you check this value here, P1 conjunction P2 conjunction, അപ്പോൾ ഈ വാല്യൂവിൽ ട്രൂ വരുന്നതും അവിടെ ഏതെങ്കിലും ആറിൽ ക്യൂവിൽ ഏതെങ്കിലും ഫാൾസ് വരുന്നതും ഉണ്ടോ എന്ന് നോക്കുക. So all are here true. So T and this is T. True and false is not there. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫാൾസ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ T, 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 all the values are true. കാരണം ഇവിടെ ഒരേ ഒരു T മാത്രമേ വരുന്നുള്ളൂ. ആ T വരുന്നതിൻ്റെ കറസ്പോണ്ടിങ് Q എന്താണ്? T ആണ്. So the value is T. T F ആണ് വരുന്നതെങ്കിൽ we can say that it is false. So therefore this is a tautology. So therefore what you can say from this? This is a tautology. So we can say that therefore എന്താണ്? P1 conjunction P2 conjunction P3 except implies Q is a tautology. This is a valid argument. So you can say it is also a tautology or this is a valid argument. So we can say ഇത് valid argument ആണോ എന്നറിയാൻ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. So we can understand that this is a valid argument. Next one is we are moving on to the similarly there is another ഇതേ ഇതിൻ്റെ തന്നെ P1, let us take it as P,
P2, let us take it as P conjunction R implies S, Q is R implies S. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇതേ ടേബിളിൽ തന്നെ P1, P2, P3, that is P1 conjunction, you can find out P1 conjunction P conjunction R, that is P2. P2 implies Q. You can find out P1 conjunction P2 implies Q is a valid argument or not. That is, you have to show that this is a tautology. If it is a tautology, all the values are tautology, you can say that it is a valid argument. Otherwise, it is not a valid argument. Now, you try this as an exercise. Next one is the rules of inference. So, the rules of inference, there are certain rules. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ റൂൾസ് ഓഫ് ഇൻഫറൻസ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ ലെറ്റ് us, or otherwise I will skip on. I will take the rules of inference here. I think now this is okay. സോ റൂൾസ് ഓഫ് ഇൻഫറൻസിൽ ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ചില നൊട്ടേഷൻസ് വരുന്നുണ്ട്. ഈ നൊട്ടേഷൻസ് ആദ്യം പഠിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. റൂൾസ് ഓഫ് ഇൻഫറൻസിൽ ഫസ്റ്റ് ഇങ്ങനെ പി ക്യൂ. സോ ഇറ്റ് ഈസ് ഗിവൺ as പി ക്യൂ, so that it is therefore P conjunction Q, which means that if P is a statement which is true, Q is true, then therefore P conjunction Q is also true. P is true, Q is true, or P conjunction is true means Q should be always true. Then only you will get. So this is known as rule of conjunction. Conjunction rule is this one. So you can write this also, P conjunction Q. P, this can be ഇതിൻ്റെ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ P conjunction Q implies, so P, this is one of the statement and this is the another statement which implies P conjunction Q, another statement. So this is a single statement, this is another statement Q which implies P conjunction Q is the rule of conjunction. Next statement, P conjunction Q, therefore P, if P conjunction Q is true, so this is the rule of conjunction simplification, conjunctive simplification. So P conjunction Q, if P is true, suppose P true ആണെങ്കിൽ P conjunction Q എന്തായിരിക്കണം? ഇംപ്ലിക്കേഷൻസിൽ ട്രൂ ആയിരിക്കണോ ഫാൾസ്? ഇറ്റ് ക്യാൻ ബി ട്രൂ ഓർ ഇറ്റ് ക്യാൻ ബി ഫാൾസ്. കാരണം ട്രൂത്ത് ടേബിൾ P ഇംപ്ലൈസ് ക്യൂവിലെ ട്രൂത്ത് ടേബിളിൽ P ട്രൂ ആൻഡ് Q ഫാൾസ് ആണെങ്കിൽ, അതായത് P ട്രൂ Q ഫാൾസ് ആണെങ്കിൽ P ഇംപ്ലൈസ് Q ഇസ് ഫാൾസ്. സോ ഇവിടെ നമ്മൾ സെക്കൻഡ് പാർട്ട് ട്രൂ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ട്രൂ ഓർ ട്രൂ, T ഓർ T വന്നാൽ T ഓർ T മീൻസ് ഇറ്റ് ഇസ് T, F ഓർ T വന്നാലും എന്താണ്? T ആണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ട്രൂ ഓർ ഫാൾസ്. ദിസ് ഇസ് എ റൂൾ ഓഫ് കൺജങ്ക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ. നൗ ഇഫ് സപ്പോസ് ദിസ് ഇസ് അനദർ റൂൾ പി ദെയർഫോർ, അത് ഇങ്ങനെ ഒരു നൊട്ടേഷൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ദെയർഫോർ പി ഡിസ്ജങ്ഷൻ ക്യൂ, അതായത് പി ഇംപ്ലൈസ് പി ഡിസ്ജങ്ഷൻ ക്യൂ. സപ്പോസ് പി ഡിസ്ജങ്ഷൻ ക്യൂ എന്താണ്? ട്രൂ ആണെങ്കിൽ P distinction Q is true means P can be either true or false എന്നാണ് പറയുന്നത്. സോ വിച്ച് ഇസ് ദ കണ്ടീഷൻ ഫോർ ദിസ്? നമ്മുടെ P distinction Qയിൽ Q എന്തായിരിക്കണം? ഇത് ട്രൂ ആവണമെങ്കിൽ Q എന്ന് പറയുന്നത് ചിലപ്പോൾ ട്രൂ ആയിരിക്കാം ഓർ മേ ബി ഇറ്റ് ക്യാൻ ബി ഫാൾസ്. കാരണം P distinction Q ആവുമ്പോൾ എന്താ? T ഓർ T ആവുമ്പോൾ T ആണ്, T ഓർ F ആണെങ്കിലും T ആണ്. സോ ദെയർഫോർ ഇതിൽ Q എന്ന് പറയുന്നത് T ആയിരിക്കാം, ചിലപ്പോൾ ഫാൾസ് ആയിരിക്കാം. ബട്ട് ഓൾവേസ് P ഷുഡ് ബി, വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ? P ഷുഡ് ബി ട്രൂ ഓർ false, isn't it? So rule of distinctive amplification, ഇങ്ങനെ കുറച്ച് റൂൾസ് വരുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ റൂളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മോഡസ് പോണൻസ് ആൻഡ് മോഡസ് ടോളൻസ്. മോഡസ് പോണൻസ് എന്ന് പറയുന്നത് P is a statement and P implies Q, therefore Q, അതായത് P conjunction, ഇതിന് ലോജിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ്? P conjunction P implies Q implies Q. So this is the notation. ഇനി മോഡസ് ടോളൻസ് എന്ന് പറയുന്നത് P implies Q, negation Q
this is one of the statement. This is another statement, negation Q, therefore negation P. അതായത് P implies Q, conjunction negation Q implies negation P. modus tollens എന്ന് പറയുമ്പോൾ അതിൽ negation വരും. modus ponens ആവുമ്പോൾ negation ഇല്ല. സോ modus ponens എന്ന് പറയുന്നത് P conjunction P implies Q. So P is one of the statement, P implies Q is another statement. Therefore Q ആയിരിക്കണം അതിൻ്റെ ആൻസർ. ഇനി ലോ ഓഫ് സിലോജിസം. ലോ ഓഫ് സിലോജിസം എന്താണ്? P implies Q, Q implies R, therefore P implies R. അതായത് P implies Q, conjunction Q implies R, implies P implies R. This is law of syllogism. Next one is rule of disjunctive syllogism, that is P disjunction Q, the negation P, that is P disjunction Q, conjunction, this is one, either P disjunction Q or a statement, negation P another statement, therefore P. So rule of disjunctive syllogism. Now negation P implies false, negation P implies false, therefore P. So negation P implies false, that implies P is a rule of contradiction. It is a rule of contradiction, it is given here. So what are the things we have learning here? Rule of conjunction, rule of conjunctive syllogism, rule of disjunctive amplification. Disjunctive amplification എന്ന് പറയുന്നത് P, therefore P disjunction Q. Conjunctive simplification ആകുമ്പോൾ P conjunction Q, therefore P. modus ponens, modus tollens, law of syllogism, rule of disjunctive syllogism, rule of contradiction. ഇത്രയും rules നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. So now based on that, let us do some of the problems. I'll give the questions. So based on that, we shall do some simple questions. So let us take the first question. So for the first question, state which rule of inference is the basis of the following argument. So which rule of inference is the basis of the following argument? So the first question is, it is given the question, it is below freezing. Now it is below freezing now, therefore it is below freezing or raining now. So this is one of the statement. So ഇത് ഏത് റൂളാണ്, അല്ലെങ്കിൽ ഇതിൽ ഏത് റൂൾ ഓഫ് ഇൻഫറൻസ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം. സോ ഇറ്റ് ഈസ് ഗിവൺ ഹിയർ, ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്, ദെയർഫോർ എന്ന് പറഞ്ഞാൽ അത് കൺക്ലൂഷനാണ്. സോ ഫസ്റ്റ് പ്രിമൈസ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ്, ലെറ്റ് us ടേക്ക് ഫസ്റ്റ്, ഇതിനെങ്ങനെ എഴുതാം? ലെറ്റ് P denote the one of the premises as it is below freezing. So there is given here, it is below freezing. നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എടുക്കാം, എന്നിട്ട് Q എന്ന് പറഞ്ഞ് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. therefore it is below freezing, അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വീണ്ടും വരുന്നുണ്ട്, or raining now. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കാം? it is raining now. അങ്ങനെ എടുത്താലോ? അങ്ങനെ വരാമല്ലോ? യെസ്, it is raining now. സോ therefore എന്ന് പറഞ്ഞ് ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്. അപ്പോൾ ഇവിടുത്തെ കണക്റ്റീവ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓർ. അപ്പോൾ P disjunction Q is എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്. ആദ്യം ഒരു ടഫായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല, നല്ല എളുപ്പമാണ്. ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് ഓർ raining now. This is the condition given here. So now this is P disjunction Q. ഇപ്പം നമ്മൾ ഇതിൻ്റെ നൊട്ടേഷൻ നമ്മളിപ്പോൾ എഴുതാൻ പോവാണ്. The simplification form. What is the simplification form, or how can we write the simplification form here? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്താണ്? ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് P അല്ലേ? P ആൻഡ് therefore. അപ്പോൾ എന്താ കൊടുത്തിരിക്കുന്നത്? therefore എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ലൈൻ വരച്ചിട്ട് therefore P disjunction Q, isn't it? that means ഇതിൻ്റെ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ എന്താണ്? P implies P disjunction Q. Can I write like this? P implies P disjunction Q.
So this is what is the condition here. Please go through this. ഇത് ഏത് കണ്ടീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്? P implies P disjunction. P is one of the statement. See here, this is P is one of the statement, therefore P disjunction Q, which means that it is rule of disjunctive amplification. So it uses the addition rule or rule of, it uses, this is an argument, you can write like this. What is the argument it is asked here? This is an argument that uses the rule of disjunctive amplification. You can write like this. So this is one of the statement. Next, if suppose idhe question thanne, you can rewrite the same question. So if the question is given like this, it is below freezing and raining now, therefore it is below freezing now. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആൻസർ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിലേത് റൂളാണ് അപ്ലൈ ചെയ്തിരിക്കണമെന്ന് പറയണം. സോ ഫസ്റ്റ് ലെറ്റ് us take ഇറ്റ് ഈസ് ബിലോ, നമ്മൾ ആൾറെഡി എടുത്തു കഴിഞ്ഞു. പി ഈസ് ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്. ക്യൂ ഇസ് ഇറ്റ് ഈസ്, നമ്മൾ നേരത്തെ പി എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ്. ക്യൂ എന്താണ്? ഇറ്റ് ഈസ് ബിലോ ഫ്രീസിങ് റെയിനിങ് നൗ. ആൻഡ് പി ഇവിടെ ആൻഡ് കണക്റ്റീവ് വേർഡ് എന്താണ്? ആൻഡ്. അപ്പോൾ ഇവിടെ P conjunction Q, it is the simplification form. P conjunction Q is, it is below freezing and raining. Now you can write like this, it is below freezing and raining now. So you can write in this way. So P conjunction Q. So idinte simplification form endana? It can be written as P conjunction Q and it is therefore P. So draw the line like this, therefore P. So this rule uses, what argument is used here? It is the simplification rule, isn't it? It is the rule of simplification. So this is the, see, listen here, നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ടല്ലോ, ദിസ് ഇസ് ദ റൂൾ ഓഫ് ഡിസ്ജങ്ക്റ്റീവ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അഡീഷൻ റൂൾ ഓൾസോ. ദിസ് ഈസ് ഓൾസോ ആൻ അഡീഷൻ റൂൾ. യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് ഇൻ ദ ബ്രാക്കറ്റ് ഓൾസോ. ഇനി ഒരെണ്ണം പി കൺജങ്ഷൻ ക്യൂ therefore implies, ഇവിടെ വരുന്നുണ്ട് റൂൾ ഓഫ് conjunctive simplification. So this is rule of simplification. Simply you can write it as simplification. അത് ഈ ഫോർമാറ്റിലും എഴുതാവുന്നതാണ്, simplification. You can write like this. So here which rule is used? Here it uses the rule of simplification. So rule of simplification or rule of, what is that? Rule of conjunctive rule of conjunctive simplification. You can write in that format also. So it is rule of simplification or rule of conjunctive simplification is used here. So this is one of the question. So one or two examples I have given here. So it is very easy to understand the rule of conjunction and the rule of disjunction, modus ponens, everything. You have to know these things. So if so, then it is very easy. The next one is test whether the following argument is valid. So test whether the question is test whether the following argument is valid. So ഇത് valid ആണോ അല്ലയോ എന്ന് പറയണം. ഇപ്പോൾ the question is, if Sachin hits a century, Sachin hits a century, then he gets a free car. How will you write this?
നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കാം? ഇഫ് സച്ചിൻ ഹിറ്റ്സ് എ സെഞ്ചുറി ദെൻ ഹി ഗെറ്റ്സ് എ ഫ്രീ കാർ. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ഇതിൻ്റെ താഴെ സച്ചിൻ ഹിറ്റ്സ് എ സെഞ്ചുറി therefore Sachin gets a car. How will you write this? If Sachin hits a century. So if then connective word. അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ റെപ്രസെൻറ്റേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ ഇതിൽ ആൻസർ ആയിട്ട് പറയാനൊന്നുമില്ല, എളുപ്പമാണ്. സോ ഈ ഫസ്റ്റ് വൺ ഇസ് ലെറ്റ് us take P to be ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സച്ചിൻ ഹിറ്റ്സ് എ സെഞ്ചുറി. നമുക്കിങ്ങനെ എടുക്കാമല്ലോ, സച്ചിൻ ഹിറ്റ്സ് എ സെഞ്ചുറി. ഇനി അടുത്ത ക്യൂ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എടുക്കാം? സച്ചിൻ ഗെറ്റ്സ് എ ഫ്രീ കാർ. ഇങ്ങനെ എടുക്കാം. അടുത്തത് സോ ദെയർഫോർ അടുത്തത് ഈ ആർഗ്യുമെൻറ്റിനെ നമുക്ക് സിംബോളിക്കലി എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് വൺ ഇഫ് ദെൻ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ, സച്ചിൻ ഹിറ്റ്സ് എ സെഞ്ചുറി. സോ പി ഇംപ്ലൈസ് ക്യൂ, പി therefore എങ്ങനെ എഴുതും? therefore സച്ചിൻ ഗെറ്റ്സ് എ കാർ. അപ്പോൾ അതെന്താ? ക്യൂ. സോ പി ഇംപ്ലൈസ് ക്യൂ, പി therefore ക്യൂ. then this is what is the statement here? Which argument is used here? This argument uses which rule? This argument uses the rule of modus ponens. So what is modus ponens? So this argument uses the rule of modus ponens. So therefore this is a valid argument. So you can write it as this is a valid argument. You can write like this. So see here, P implies Q. What is modus ponens rule? See, once again I'll show you the table. P therefore P implies Q അല്ലെങ്കിൽ P implies Q, P വരാം. therefore Q, അതായത് P conjunction P implies Q implies Q. P conjunction P implies Q, rule of detachment or modus ponens. So it is otherwise known as rule of detachment or modus ponens. So each statement is a valid statement, isn't it? So these are the examples given here. You can easily identify the methods in this problem. So now if suppose if I give you some another questions. Next question is if the same question. So if Sachin hits a century then he gets a free car. And അവിടെ താഴെ Sachin gets a free car. Therefore Sachin has hit a century. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് ഫോം എന്താണെന്ന് ഫസ്റ്റ് എഴുതുക. വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ നേരത്തെ എടുത്തു പി എന്ന് പറയുന്നത് വി ഹാവ് അസ്യൂംഡ് ദാറ്റ് വാട്ട് ഈസ് പി ഹിയർ? P denotes the statement Sachin hits a century. Q denotes the statement Sachin gets a free car. Q എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് Sachin hits a century. അടുത്തത് Q എന്ന് പറയുന്നത് he gets a free car. നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ എഴുതി കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാത്തത്. So therefore you can write it as the simplified form is P implies Q and also Sachin gets a free car എന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റേറ്റ്മെൻറ്റാ? Q. The notation, draw a line. Therefore Sachin hits a century. Sachin hits a century എന്ന് പറയുമ്പോൾ എന്താണ്? It is P. So therefore this is in the form of P implies Q conjunction Q which implies P. So ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ ഏത് റൂളാണ്?
rule of inference undo idile can you say that which rule is applied here? P implies Q, is it a valid argument or not? appo P implies Q ennu parayunnu P true avanamengil, suppose if P is true, then here Q should be true and P implies Q should be true alle. P true avanamengil P implies Q should be true and ഇത് false ആവാം, Q ഒരിക്കലും false ആവാൻ പാടില്ല. അപ്പോൾ P implies Q എന്ന് പറയുമ്പോൾ P implies Q എന്ന കണ്ടീഷന് P implies Q means T F T F ഇതാണല്ലോ നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ P ട്രൂവും Q ഫോൾസും ആണെങ്കിൽ ഇവിടെ ഫോൾസ്, ബാക്കി എല്ലായിടത്തും എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ട്രൂ വരുന്ന സ്ഥലത്ത് എന്തായിരിക്കാം നമുക്ക് വരുന്ന കണ്ടീഷൻ? ഇവിടെ P ട്രൂ ആവണമെങ്കിൽ P ഈസ് ആൾറെഡി ട്രൂ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ P ഈസ് ട്രൂ മീൻസ് P implies Q should be true, conjunction Q should be also true. കാരണം this conjunction ഇത് രണ്ടും ട്രൂ ആയിരിക്കണമല്ലോ. സോ ദിസ് ക്യാൻ ബി Q ക്യാൻ ബി ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുമ്പോൾ ട്രൂ P എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് F implies T, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? F implies T നമുക്കറിയാം, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. F implies T is T, അതേപോലെ T implies Tയും എന്താണ്? T ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം we cannot say here, നമ്മളിവിടെ എഴുതുമ്പോൾ we cannot say P is true. We cannot say that P is true. അപ്പോൾ P എന്ന് പറയുന്നത് ട്രൂ ആവാം. ഇതവിടെ നോക്കിക്കേ, ഇവിടെ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. സോ we cannot say that P is always true. Also you can write it as there is, ഇങ്ങനെ എഴുതാമല്ലോ, there is no rules of inference. കാരണം എന്താണ്? ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? P ട്രൂവോ അല്ലെങ്കിൽ എന്താണ് Q, അല്ലെങ്കിൽ ട്രൂ എടുക്കാം, ചിലപ്പോൾ ഫാൾസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ബട്ട് ദാറ്റ് അസ്യൂംസ് ദാറ്റ് P ഈസ് ട്രൂ. നമുക്കിവിടെ എന്താണ്? P ഈസ് ട്രൂ ആണ് അസ്യൂം ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? P ട്രൂ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ P ട്രൂ ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? സോ P ട്രൂ ആൻഡ് Q ഷുഡ് ബി ഓൾസോ ട്രൂ. കാരണം P ട്രൂ ആയാൽ ഇവിടെ ഇത് ട്രൂ ആവാം, ചിലപ്പോൾ ഫാൾസ് ആവാം. Q ക്യാൻ ബി F or T. So you will get T. But ഇവിടെ വരുമ്പോൾ എന്തായിരിക്കണം കണ്ടീഷൻ? Q എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. So therefore it is not a valid argument. There is a invalid case also. ഇത് എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല, എന്നാലും ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് P implies Q. Remember that Sachin hits a century, then he gets a free car. അടുത്തത് Sachin gets a free car. P implies Q and Q ആണ് നമ്മളിവിടെ പറയുന്നത്. അതായത് P implies Q P ട്രൂ ആവണമെങ്കിൽ ഇതും ട്രൂ ആയിരിക്കണം, P implies Qവും ട്രൂ ആയിരിക്കണം. അപ്പോൾ Q ട്രൂ ആണെന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. ഇനി ഇതിൽ കൺജങ്ഷനിൽ T and T ബോത്ത് ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? ട്രൂ ആവത്തുള്ളൂ. സോ P ഈസ് ട്രൂ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ കണ്ടീഷൻ? പക്ഷേ P implies Q എടുക്കുമ്പോൾ ഇറ്റ് ക്യാൻ ടേക്ക് ബോത്ത് ട്രൂ ആൻഡ് ഫോൾസ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. കാരണം നമ്മളിവിടെ P ട്രൂ ആയിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കണം, വാലിഡ് ടോട്ടോളജി വരണമെങ്കിൽ P ഷുഡ് ബി ട്രൂ. P ഷുഡ് ബി ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബട്ട് നമുക്കിവിടെ വരുന്ന ഓപ്ഷൻ അനുസരിച്ച് P ക്യാൻ ബി ട്രൂ ഓർ P കനോട്ട് ബി ട്രൂ. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറുന്നുണ്ട്? നമുക്ക് സച്ചിൻ മൈറ്റ് ഹാവ് ഗോട്ട് എ ഫ്രീ കാർ ആസ് ഹിസ് ബർത്ത്ഡേ gift. Sachin might have got a free car as his birthday gift. So it is not a valid argument. You can write in that way also. So these are some of the examples I have given here. I think the continuation is there. It's not finished. ഇനി ബാക്കി കൂടി ഉണ്ട്. അത് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. Thank you students.